KJU സംവാദത്തിന് കത്ത് കൊടുക്കലില്ലാന്നോ? ആര് പറഞ്ഞു കായക്കൊടി? ഇത് പരപ്പനങ്ങാടി സംവാദത്തിന്റെ വ്യവസ്ഥയാണ്. ഞാനിത് വിശദമായി കൊണ്ട് കൊച്ചിയിൽ പറഞ്ഞിരുന്നു. നിങ്ങൾ ആ കൊച്ചിയിൽ കാമാന്നല്ല, കേരളത്തിൽ പിന്നെ സംവാദത്തെ പറ്റി മിണ്ടാട്ടെന്നല്ല. അതുകൊണ്ട് പരപ്പനങ്ങാടി സംവാദം അത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും തമ്മിൽ വാദപ്രതിവാദം നടത്തുന്നത് സംബന്ധിച്ച് നടന്ന കത്തിടപാടുകളും സെക്രട്ടറി പഠിച്ചോ? എന്താ സെക്രട്ടറി പഠിച്ചിട്ടുണ്ട്. സെക്രട്ടറി പഠിച്ചോണ്ട് തന്നെയാണ് പറഞ്ഞത്. പരപ്പനങ്ങാടി സംവാദത്തിന് കേരള ജംഇയ്യത്തുൽ ഉലമ സമസ്തയെ ക്ഷണിച്ചുകൊണ്ടുള്ള കത്ത് ആ കൂട്ടത്തിൽ വായിക്കാൻ കഴിയും. അപ്പൊ അതല്ലേ നിങ്ങൾ ആവശ്യപ്പെട്ടത്? നിങ്ങളെ ഇഷ്ടത്തിനെ വാദപ്രതിവാദത്തിന് ക്ഷണിച്ചുകൊണ്ട് ജംഇയ്യത്തുൽ ഉലമ കത്ത് കൊടുക്കണം എന്നല്ലേ പറഞ്ഞത്? ഒരു കത്തിടപാടി എന്നുള്ള വാക്ക് അപ്പൊ അനുയായികൾ തക്ബീർ ചൊല്ലിക്കോളും. കാന്തപുരത്തിന്റെ അനുയായികളുടെ അതേ അവസ്ഥയാണ്. സോഷ്യൽ മീഡിയയിൽ ഇവരുടെ അടിമകൾ എവിടുന്നെങ്കിലും എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി, അതിന്റെ മുകളിൽ കയറി പിടിച്ചോളും. അത് നേതാക്കന്മാര് കൊടുക്കുന്ന ഈ ക്യാപ്സ്യൂൾ അങ്ങനെ പ്രചരിപ്പിക്കും. എന്താ വലിയ കാര്യത്തിൽ പറഞ്ഞു നടന്നാണ് ജംഇയ്യത്തുൽ ഉലമ കത്ത് കൊടുക്കാറുണ്ട്. പരപ്പനങ്ങാടിയിലെ വാദപ്രതിവാദത്തിന്റെ ചരിത്രം അറിയോ? അറിയില്ലെങ്കിൽ പറയാ ഔദ്യോഗികമായിട്ട്. ഇപ്പൊ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സെക്രട്ടറി സ്ഥാനത്ത് ഇരിക്കുന്ന ആളെന്ന നിലയിൽ ഔദ്യോഗികമായി അതിന്റെ രേഖകളുടെ സൂക്ഷിപ്പുകാരൻ എന്ന നിലയിൽ ആ കത്തിന്റെ ഒറിജിനൽ കാണിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പരപ്പനങ്ങാടി സംവാദത്തിന്റെ ഹേതു എന്താ? കേരള ജംഇയ്യത്തുൽ ഉലമ കത്ത് കൊടുത്തതാണോ സമസ്തക്ക്? അല്ല. 1949 ജനിച്ച ആളുകൾ ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ആളുകളിൽ ഏതായാലും ഭൂരിപക്ഷം ആളുകളെക്കാളും പ്രായമുള്ള കത്തായത്, അതിന്റെ ഒറിജിനലായത്. ഇവിടെ ഇരിക്കുന്ന ആരും ഈ കത്ത് കണ്ടിട്ടുണ്ടാവാൻ സാധ്യതയില്ല. എന്താ ഈ കത്തിലുള്ളത്? ആരാ ഈ കത്ത് എഴുതിയത്? ഈ കത്ത് എഴുതിയത് യങ് മെൻസ് മുസ്ലിം അസോസിയേഷൻ രജിസ്റ്റേർഡ് പരപ്പനങ്ങാടി YMMA എന്ന സംഘടന കത്തെഴുതുകയാണ്. ആർക്ക്? ജംഇയ്യത്തുൽ ഉലമക്ക് കത്തെഴുതി, സമസ്തക്കും കത്തെഴുതി. ജംഇയ്യത്തുൽ ഉലമക്ക് കത്തെഴുതി, സമസ്തക്കും കത്തെഴുതി. എന്താ ഈ കത്തിലുള്ളത്? ഈ കത്തിലുള്ളത് ഇങ്ങനെ ഇവിടെ നടക്കുന്ന ചർച്ചകളെ കുറിച്ച് പറയാൻ. എന്നിട്ട് ഇതിനൊരു പോം വഴി ഉണ്ടാക്കാനായി ഇരു കക്ഷികളിലെയും പ്രതിനിധികൾ ഒത്തുകൂടി തർക്ക വിഷയങ്ങളെ സംബന്ധിച്ച് ഒരു വാദപ്രതിവാദം നടത്തുന്നതായാൽ ഈ തർക്കത്തിന് അറുതി വരുത്തുവാനും പൊതുജനങ്ങൾക്ക് സത്യം മനസ്സിലാക്കുവാനും സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായത്തിൽ രണ്ട് കക്ഷികളും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുള്ള സംഗതികൾ എന്തൊക്കെയാണെന്നും അതിനെ സംബന്ധിച്ച് വാദപ്രതിവാദം നടത്തുവാൻ നിങ്ങൾ തയ്യാറാണോ എന്നും, ആണെങ്കിൽ അതിനുള്ള നിബന്ധനകൾ എന്തൊക്കെയാണെന്നും മറ്റുമുള്ള വിശദ വിവരങ്ങൾ അറിയിച്ചു തരുവാൻ അപേക്ഷ. നിങ്ങളുടെ മറുപടി ലഭിച്ച ശേഷം നിങ്ങൾ സമ്മതിക്കുന്ന പക്ഷം അതിനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. മറുപടി 2 ദിവസത്തിനകം അയച്ചു തരുവാൻ അപേക്ഷ എന്ന് വിധേയൻ പ്രസിഡന്റ് YMMA രജിസ്റ്റേർഡ് പരപ്പനങ്ങാടി, കോപ്പി ടു സെക്രട്ടറി കേരള ജംഇയ്യത്തുൽ ഉലമ രജിസ്റ്റേർഡ് തിരൂരങ്ങാടി, പ്രസിഡന്റ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കാലിക്കറ്റ്. YMMA കൊടുത്ത കത്ത. ആ കത്തിനാ ജംഇയ്യത്തുൽ ഉലമ മറുപടി കൊടുത്തത്. അല്ലാതെ നിങ്ങൾ ആവശ്യപ്പെട്ടതുപോലെ നിങ്ങളെ വാദപ്രതിവാദത്തിന് ക്ഷണിച്ച് ജംഇയ്യത്തുൽ ഉലമ കത്ത് തരണം എന്ന് പറഞ്ഞതുപോലെ സമസ്തയെ വാദപ്രതിവാദത്തിന് ക്ഷണിച്ച് ജംഇയ്യത്തുൽ ഉലമ കത്ത് കൊടുത്തിട്ടില്ല. അതല്ല പരപ്പനങ്ങാടി സംവാദം. അത് അതിന്റെ മുകളിൽ തന്നെ ഉണ്ട്. എന്തേ അതൊന്നും വായിക്കാത്തത്? മറച്ചു വെച്ച് വായിക്കുക എന്നത് ശീലമായി. നിങ്ങൾ വിചാരിച്ച ഞങ്ങളുടെ ഈ രേഖകളില്ലാന്നാണോ? നിങ്ങളെടുത്തുള്ളത് പിന്നീട് ആരോ ടൈപ്പ് ചെയ്തുണ്ടാക്കിയ കോപ്പിയല്ലേ? കത്ത് ഒറിജിനൽ കൈപ്പടയിൽ എഴുതിയ 1949 22/5/1949 കേരള ജംഇയ്യത്തുൽ ഉലമ പ്രസിഡന്റ് അവർക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെയുള്ള YMMA പ്രസിഡന്റ് അയച്ച കത്തിന്റെ ഒറിജിനലാ എന്റെ കയ്യിലുള്ളത്. ഇത് വെച്ചിട്ടാ പറയുന്നത് എന്ത്? ജംഇയ്യത്തുൽ ഉലമ കത്ത് കൊടുക്കലില്ല എന്ന് സെക്രട്ടറി പറയുന്നു. ഇതാ ജംഇയ്യത്തുൽ ഉലമ കത്ത് കൊടുക്കാറുണ്ട്. ജംഇയ്യത്തുൽ ഉലമ ഒരു കത്ത് കൊടുക്കാറില്ല എന്നാ ഞാൻ പറഞ്ഞത്. ജംഇയ്യത്തുൽ ഉലമ വാദപ്രതിവാദത്തിന് ക്ഷണിച്ച് കത്ത് തരണം ഞങ്ങൾ ആവശ്യപ്പെട്ടത്. ജംഇയ്യത്തുൽ ഉലമയുടെ പണ്ഡിതന്മാരെ അയക്കാം, ഞങ്ങൾ പങ്കെടുപ്പിക്കാം എന്നാ അവിടുത്തെ IS-മാര് പറഞ്ഞത്. ഞങ്ങളുടെ പണ്ഡിതന്മാരെ ഞങ്ങൾ കൊണ്ടുവരാം എന്നാ പറഞ്ഞത്.
അപ്പോ ഈ പണ്ഡിതന്മാരെ ജമിയത്തുലമ ചുമതലപ്പെടുത്തിയതാണ് എന്നൊരു കത്ത് വേണമെന്ന് പറഞ്ഞാൽ അതിനൊരു മര്യാദ ഉണ്ട്, അങ്ങനെ ചിലപ്പോ നടന്നിട്ടുണ്ട്. എന്നാൽ ജമിയത്തുലമ വാദപ്രതിവാദത്തിന് ക്ഷണിച്ചുകൊണ്ട് കത്ത് കൊടുക്കുന്ന പതിവ് ഇല്ല. ജമിയത്തുലമ അങ്ങനെ കൊടുക്കാറില്ല. പക്ഷേ ജമിയത്തുലമ വാദപ്രതിവാദത്തിനെതിരാണോ? അല്ല. ഇത് കേരള ജമിയത്തുലമ പ്രസിദ്ധപ്പെടുത്തിയ ഒരു ലഘുലേഖയാണ്. 8/9/1954 MCC അബ്ദുറഹ്മാൻ മൗലവി ഒപ്പിട്ടുകൊണ്ടയച്ച ഒരു കത്ത്, ഒരു ലഘുലേഖയായത്. എന്താണെന്നറിയ ഇതിലുള്ളത്? വാദപ്രതിവാദം നടത്താൻ ആരെങ്കിലും വെല്ലുവിളിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഉള്ള നിബന്ധനകൾ മൊത്തം എല്ലാരോടുള്ള ഒറ്റ നിബന്ധന, വാദപ്രതിവാദം നടത്താനുള്ള നിബന്ധന. അതിൽ വാദപ്രതിവാദത്തിന്റെ കാര്യപരിപാടി അടക്കം അച്ചടിച്ചുകൊണ്ടാണ് അന്ന് ഈ കത്ത് വിതരണം ചെയ്തത്. അങ്ങനെയൊക്കെ ജമിയത്തുലമ ചെയ്തിട്ടുണ്ട്. പക്ഷേ സമസ്തക്കാരെ വിളിച്ച്, സമസ്തക്കാരെ നിങ്ങൾ വാദപ്രതിവാദത്തിന് തയ്യാറാകണം എന്ന് കത്ത് കൊടുക്കാറില്ല.